ഇതിനേക്കാൾ വലിയ സങ്കടം എന്താ വരാൻ? ഇതൊക്കെ പോരെ, ഈ പ്രപഞ്ച ജീവിതം മതി, ഇത് ധാരാളമാണ്. മതിക്കൊഴുന്നണിഞ്ഞിടുന്ന, മതിക്കൊഴുന്ന, മതി ചന്ദ്രൻ, കൊഴുന്ന് ചന്ദ്രകല, ചന്ദ്രകലാധരനായ മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവ, ചന്ദ്രകലയെ കിരീടമായി ധരിക്കുന്ന അല്ലയോ രാജാവേ, ഹേ രാജൻ, മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവ. എന്തൊരു പ്രയോഗമായിരുന്നു! കവിതയില് കവിതാങ്കന വീണ് കിടക്കുന്ന പ്രയോഗങ്ങളാണ്. അതിന്റെ ഒഴുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവ, ചന്ദ്രകലാധരനായ ഹേ രാജൻ, പ്രഭോ, കനിഞ്ഞ് കാരുണ്യപൂർവം മുൻമതിക്കുടം, മുമ്പിൽ അങ്ങയെ കാത്തു നിൽക്കുന്ന എന്റെ ബുദ്ധിയാകുന്ന കലശം, എന്റെ ബുദ്ധിയാകുന്ന കുടം, മതിക്കുടം. അവിടെ നേരത്തതില് മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മുൻമതിക്കുടം. ആ പ്രയോഗങ്ങളുടെ ചാരുത നിങ്ങൾ സാഹിത്യം പഠിക്കുന്നവരോ പഠിപ്പിക്കുന്നവരോ ഉണ്ടെങ്കിൽ വളരെ ഗംഭീരമാണ്. അത് ഇതിലെ ഭക്തിയുടെയും വേദാന്തത്തിന്റെയും അല്ല, സാഹിത്യം സഹിതത്വമാണ്, ജീവപരയോരൈക്യം, ഹൃദയാഹ്ലാദമെന്ന് ആനന്ദവർദ്ധനൻ. അതിനൊക്കെ മുമ്പ് തന്നെ ഭാരതീയർ, ആനന്ദവർദ്ധനനും വളരെ മുമ്പ് തന്നെ സഹിതത്വമാണ് സാഹിത്യമെന്ന്, സഹിതോഭവ ഇതി സാഹിത്യ, സഹിതമായി ഭവിക്കുന്നത് സാഹിത്യം. എന്തിനോടുള്ള സഹിതത്വം? ഈശ്വരനോടുള്ള സഹിതത്വം. അതുകൊണ്ടാണ് ചാരുവായിരുന്നത്. വിഷയങ്ങളോടല്ല, വിഷയത്തിൽ സാഹിത്യമില്ല, ബന്ധമേ ഉള്ളൂ. ആ നിലയിൽ ഗംഭീരമാണ്. പ്രഭോ, കനിഞ്ഞ് കാരുണ്യപൂർവം മുൻമതിക്കുടം, മുൻപിൽ അങ്ങയെ കാത്തു നിൽക്കുന്ന എന്റെ ബുദ്ധിയാകുന്ന കലശം, കുടം, കവിഞ്ഞു പായുമാറ്, നിറഞ്ഞു വഴിയുമാറ്, നിറഞ്ഞു കവിയുമാറ്, എന്റെ ബുദ്ധി നിറഞ്ഞു കവിയുമാറ് നീ അവിടുന്ന് ചൂടിയാടൂ. എന്റെ ബുദ്ധിയാകുന്ന കലശമെടുത്ത് നീ ഒന്ന് താണ്ഡവമാടൂ. നിന്റെ താണ്ഡവം കഴിയുമ്പോൾ എന്റെ ബുദ്ധി നിറഞ്ഞ് കവിയട്ടെ. എന്ന് പ്രാർത്ഥിക്കുക. നല്ലൊരു കൽപ്പനയാണ്. എന്റെ ബുദ്ധി എന്റെ കയ്യിൽ ഇരുന്നിട്ട് കിഞ്ചിജ്ഞനായി ഒതുങ്ങിപ്പോവാണ്. നീ ഒന്നെടുത്ത് ചൂടിയാടിയാൽ, എന്റെ ബുദ്ധിയാകുന്ന കലശമേന്തി നീ ഒന്ന് നൃത്തം വെച്ചാൽ അത് കവിഞ്ഞൊഴുകും. നല്ല വളരെ സർവത്ര ഭഗവാനുണ്ടായിരുന്നിട്ടും സർവവ്യാപിയായിട്ടും അറിയാതെ ജഡമയമായി സംസാര ബന്ധത്തിൽ അകപ്പെട്ട് സർവത്ര സർവഥ സദാ ദുഃഖം കൊണ്ട് കരഞ്ഞ് ആയുസ് തീർക്കുന്ന ഈ ഉള്ളവനെ ആലോചിച്ചാൽ ഇനി എന്ത് സങ്കട വരാനുള്ളത്? ഇതിലപ്പുറം ഇനി സങ്കടം വരാനില്ല. ചന്ദ്രകലാധരനായ പ്രഭു, മുൻപേ അങ്ങയെ കാത്തു നിൽക്കുന്ന എന്റെ ബുദ്ധി അതാകുന്ന കലശം നിറഞ്ഞൊഴുകുമാറ് അവിടുന്ന് കാരുണ്യപൂർവം ധരിച്ച് നൃത്തം ചെയ്യണമേ. ഭക്തി ഭഗവാങ്കൽ സായുജ്യമാകുന്ന സ്ഥലം ആ ശ്ലോകത്തിലുണ്ട്. ശങ്കരൻ പറയും, മോക്ഷകാരണ സാമഗ്ര്യം ഭക്തിരേവഗരീയസി. എന്റെ ബുദ്ധിയിൽ അങ്ങ് നൃത്തം ചെയ്യണം എന്ന് പറയുമ്പോൾ, അങ്ങ് താണ്ഡവമാടണം എന്ന്
ആ ബുദ്ധി വഴിഞ്ഞൊഴുകുന്നത് നവരസങ്ങളോടുകൂടി ആ നടൻ നൃത്തം ചെയ്യുമ്പോഴാണ്. ഏത് നടൻ? ഭൈരവനും ഭൈരവിയും. ഇത് താന്ത്രിക സങ്കല്പത്തിൽ വലുതാണ്. ഓർമ്മ വരുമെങ്കിൽ ശങ്കരന്റെ സൗന്ദര്യലഹരി ഇത് കാണാം. താണ്ഡവവും ലാസ്യവും അതിലുണ്ടാകുന്ന നവരസങ്ങളും വർണ്ണിതമാണ്. എന്റെ കലശമെടുത്ത് നീ താണ്ഡവമാടുമ്പോഴുണ്ടാകുന്ന എന്റെ ബുദ്ധിയെ ഭഗവത് അർപ്പിതമാക്കുന്ന, അന്തർമുഖമാക്കി നിന്നെ നിറയ്ക്കുന്ന, ആത്മാനുഭവം നിറയ്ക്കുന്ന സവികൽപ സമാധ്യാനുഭവം ബുദ്ധി വിഷയങ്ങളിൽ നിന്ന് വിട്ട് ഭഗവത് അർപ്പിതമാകുന്ന ഒരവസ്ഥ. സമാധിയുടെ പല അവസ്ഥയുണ്ട്. അതിൽ സവികൽപിതം, തന്റെ കൽപ്പനകളെ വിട്ട് ഭഗവത് കൽപ്പിതമാകുമ്പോൾ ഉണ്ടാകുന്ന ശുദ്ധബോധം. എല്ലാം അതാണ് എന്നറിയുന്ന അവസ്ഥ. അവിടെ പിന്നെ വേറിട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആത്മനിവേദനം കഴിഞ്ഞ് ഉയരുന്ന അവസ്ഥ. ഹേ ഭഗവൻ, നീ വിചാരിക്കണമേ എന്ന് പറഞ്ഞിട്ട് ആ ആത്മനിവേദനത്തില് മനസ്സ്, അതിലെ കൽപ്പനകൾ ഇവയൊക്കെ വിട്ട് നിശ്ചയാത്മികയായ ബുദ്ധിയിലൂടെ നീ നിറഞ്ഞു നിൽക്കണം. എന്റെ ബുദ്ധിയാകുന്ന കലശം നീ ചൂടിയാടണം. ആ ചൂടിയാടുക പ്രയോഗവും പ്രാചീനമാണ്, പ്രാക് പ്രയോഗമാണ്. ചൂടിയാടുക എന്ന് പറയുമ്പോൾ കലശം ചൂടിയാടുന്നത് മറ്റു ബോധമില്ലാതെ ഏകബോധത്തിൽ മാത്രമാണ്. കലശത്തിൽ ബോധമുണ്ടായാൽ ചൂടിയാടാനാവില്ല. മനസ്സിലായില്ല? അത് പിടിയിട്ടില്ല. കലശവും തലയിൽ ചൂടി ആടിയിട്ടുണ്ടോ? ഇല്ല. ആടുന്ന കണ്ടിട്ടുണ്ടോ? അതുമില്ല. കണ്ടിട്ടുണ്ട്. നമ്മൾ ചൂടിയാടിയാൽ കലശത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവും, അതെന്നറിയും. അവനാടുമ്പോൾ കലശത്തെ കുറിച്ചുള്ള യാതൊരു ബോധവുമില്ല. അവൻ ഭക്തിയുടെ ഒരു അക്ഷാംശത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. കലശം അവിടെ ഇരുന്നോളൂ. ഞാൻ രാവിലെ പറഞ്ഞപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും സംശയമുണ്ട്. നിങ്ങളത് ഉച്ചയ്ക്ക് ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടു. സ്വാമി പറഞ്ഞുകൊണ്ട് ഞാനൊന്നും ചോദിച്ചില്ലെന്നേ ഉള്ളൂ. സ്വാമിമാരോട് അങ്ങനെയൊന്നും ചോദിക്കരുതല്ലോ എന്ന് വിചാരിച്ചാണ്. ലൗകിക കർമ്മങ്ങളിൽ ആലോചന വേണ്ട എന്നാണ് സ്വാമി പറഞ്ഞത്. അത് ശരിയാകുമൊന്നുമില്ല, നമുക്കറിയാം. ഇല്ലേ? അങ്ങനെയല്ലേ ഉച്ചയ്ക്ക് പറഞ്ഞേ? അവിടെ ആ കസേരയിലിരുന്ന് ശരിയല്ല. വരുന്ന കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. അവനത് ചൂടിയാടുമ്പോൾ അവൻ ചെയ്യുന്ന ആ കർമ്മത്തിൽ അവൻ ആലോചനയില്ലെങ്കിൽ ആ കലശം അനങ്ങില്ല. അവൻ എങ്ങനെയൊക്കെ ചാടുന്നോ അതുപോലൊക്കെ കലശം പോകും. അതിലെ രസകരമായ വസ്തുത, അവനൊന്ന് ചാടിയിട്ട് നിന്നാൽ ആ കലശം അവന്റെ വേഗതയിൽ മുകളിലോട്ട് പോയി കൃത്യമായി അവിടെ തന്നെ ഇരിക്കും. മനസ്സിലായില്ല? ആ കലശത്തിൽ അവന്റെ മനസ്സ് എന്നാൽ
അത് നേരെ തലേ വന്ന് തട്ടും, മറിയും, എല്ലാം താഴെ പോകും. കലശം കരകോക്കിയാടുന്നവരെ കണ്ടിട്ടില്ല. അവർ 2 കലശയിട്ട് അമ്മാനാടും. ഒരു കലശം തലയിലുണ്ടാവും, നിലത്തൂടെ എഴയും. കമന്ന് പൈസ എടുക്കും, വാവുണ്ട്. ശരിയല്ല, കണ്ടിട്ടില്ല. അവര് കമന്ന് പൈസ എടുക്കുമ്പം കലശത്തെ പിടിക്കുന്നില്ല, കലശം അവരുടെ തലയിൽ കൂടെ നിരങ്ങി പുറകിലേക്ക് പോകും. കണ്ടിട്ടില്ല. നിങ്ങളിരുന്ന് വളരെ വിഷമിക്കും, കൈയടിക്കുകയൊക്കെ ചെയ്യും. കാരണം ഈ കലശം തന്നെത്താൻ നടന്ന് പുറകോട്ട് പോവുകയാണ്. അവര് പൈസ കടിച്ചെടുത്ത് എഴുന്നേറ്റ് വരുമ്പോ കലശം നടന്ന് മുമ്പിലോട്ട് വരും. ഇങ്ങനൊന്നും കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ ഉണ്ട് ഈ കരകാട്ടം എന്ന് പറയും. തമിഴ്നാട്ടിൽ നിന്ന് ചില പെൺകുട്ടികൾ വന്ന് കണ്ടിട്ടില്ല. ഇവിടെയുണ്ട്, കണ്ടിട്ടുണ്ട്. എങ്ങനെയാ അവരാടുന്നത്? അത് പിന്നെ അവർ സൈക്കിളിലെങ്കിലും ശ്രദ്ധിക്കും. ഇതല്ല, ഇതവരാ ഭഗവാനിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. ശ്രദ്ധിച്ചാൽ പറഞ്ഞു. അപ്പൊ കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം അവരാ ഒരിടത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവനായി ജീവിതത്തിൽ വിജയിക്കുന്ന മുഴുവൻ. എന്റെ കലശം നീ ചൂടിയാടിയാൽ നീയാണ് ആടുന്നത്, ഞാനാണ് ആടുന്നതെന്ന് ഓർത്താൽ എന്റെ മിടുക്കത്രയ്ക്ക് കേമമല്ല, താഴെ പോകും. ഞാനാണ് പറയാൻ പോകുന്നത്, ഞാനാണ് കേൾക്കാൻ പോകുന്നത്, ഞാനാണ് ഈ കർമ്മം ചെയ്യാൻ പോകുന്നത് തുടങ്ങിയതിലെല്ലാം കിഞ്ചിജ്ഞനെ ഏൽപ്പിച്ചാൽ എല്ലാം പൊടിയും. കാരണം അവൻ കിഞ്ചിജ്ഞനാണ്. അതുകൊണ്ട് എന്റെ ബുദ്ധിയാകുന്ന കുടം, മന്മതിക്കുടം നീ ചൂടിയാട്. ഞാനല്ല ആടേണ്ടത്, നീയാണ് ആടേണ്ടത്. നീ ആടിയാൽ ഞാൻ ആനന്ദിക്കും. ഞാനിതുവരെ ആടിയതാണ് ഈ ജഗത്തിൽ ഞാൻ അനുഭവിച്ച ദുഃഖങ്ങൾ അത്രയും. ഇതാരാ ചെയ്തേ? ഞാനാ ചെയ്തേ. ദുഃഖം ഇതോ അതും ഞാൻ തന്നെയാണ്. ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളുടെ ഞാൻ ചെയ്തു കൂട്ടിയതെല്ലാം നിത്യദുഃഖത്തിന്റെ ഇതിഹാസമായി വരുമ്പോൾ ഇതുവരെ ഞാൻ ചൂടിയാടിയത് നിർത്തി. എന്റെ മതിക്കൂടം നീ ഒന്ന് ചൂടിയാടും. അല്ലയോ ചന്ദ്രകലാധരനായ മന്നവ, നിന്റെ മുൻപിൽ നിന്നെയും കാത്തു നിൽക്കുന്ന എന്റെ ഈ ബുദ്ധി ആകുന്ന കലശം നീയൊന്ന് ചൂടിയാടുന്നതോടുകൂടി അത് നിറഞ്ഞ് കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നല്ല ബിംബമാണ്. 10. അടിക്കുപന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ. നമിച്ചിടും നമ ശിവായ നായക നമോ നമ. നിങ്ങളുടെ പുസ്തകത്തിൽ വിളങ്ങി എന്നെ എന്നത് മാറ്റിയിട്ട് വിഴുങ്ങി എന്നെ, വിഴുങ്ങി എന്നെ അങ്ങനെയാണ് നിങ്ങൾ ചൊല്ലുന്നതും കേട്ടത് ഇതിലെഴുതിയിരിക്കുന്നത്. വിഴുങ്ങി എന്നെ, അത് നടിച്ചിട്ടും തന്നെ. മറ്റത് വിഴുങ്ങി, വിളങ്ങി എന്നുള്ളത് മാറ്റി വിഴുങ്ങി. ഇത്രേ ഉള്ളൂ വ്യത്യാസം. അടിക്കുപന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ.
നടിച്ചിടും നമ ശിവായ നായക നമോ നമ. നല്ല ഭക്തിയോടെ ഈ അവസാനത്തെ ശ്ലോകം ചൊല്ലിയാൽ ആ നമശിവായ എന്ന പഞ്ചാക്ഷരം വൈദികമായ പഞ്ചാക്ഷരം, വൈദിക മന്ത്രങ്ങളിൽ ശ്രേഷ്ഠം പഞ്ചാക്ഷരമാണ്. വൈദിക മന്ത്രങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾ ജപിക്കുന്ന പല മന്ത്രങ്ങളും വൈദികമല്ല, അവൈദികമാണ്. ഗായത്രി വൈദികമാണ്, നമശിവായ വൈദികമാണ്. ആ പഞ്ചാക്ഷര മന്ത്രം അതാ അക്ഷരങ്ങളെ യോജിപ്പിച്ച് എടുത്ത് നീ വിഴുങ്ങി ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ എന്ന് ഭക്തി പാരവശ്യത്തോടെ ചൊല്ലുമ്പോൾ നിങ്ങളുടെ തന്തുക്കളിൽ ഒരു പരിണാമം സംഭവിക്കും. അങ്ങനെയാണ് അതിൻ്റെ യോജിപ്പ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ആദ്യത്തെ ശ്ലോകങ്ങളിൽ തന്ത്രാഗതങ്ങളുടെ ഇരിപ്പുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ശൈവ തന്ത്രാഗമ പ്രധാനങ്ങളായ സ്വരവിന്യാസങ്ങൾ ഇതിൽ നിഹിതമാണ്. കേരളം അപൂർവമായി ദർശിച്ചിട്ടുള്ള അനുഭൂതി സമ്പന്നന്മാരുണ്ട്. അതിലൊരാളാണ് നാരായണൻ. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന, കാരണം അനുഭൂതിയുടെ ലോകങ്ങൾ, വാക്കിന്റെ ലോകങ്ങൾ വേറെ, ആനുഭൗതിക പ്രപഞ്ചമെന്നൊന്നുണ്ട്. അത് യുക്തിയുടെ ലോകമല്ല, അതൊരു വൈകാരികതയുടെ ലോകമാണ്. പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരാൾ, സ്ത്രീയോ പുരുഷനോ, എല്ലാ വേദനകളോടും കൂടി തന്റെ പെറ്റ മാതാവിന്റെ മടിയിൽ വന്നൊന്ന് കിടക്കുമ്പോൾ ആ വിരലുകൾ അവന്റെ തലമുടിക്കിടയിലൂടെ തഴുകി അവൻ പോയ ലോകങ്ങളെ ഒന്നും ഓർമ്മിപ്പിക്കാതെ അവൻ പറയാനൊരുങ്ങിയാൽ തന്നെ അവനെ ഏതോ അജ്ഞേയമായൊരു ശൈശവത്തിലേക്ക് നിഷ്കളങ്കമായി കൂട്ടിക്കൊണ്ടുപോകാൻ വെമ്പുന്ന, കാമനയുടെ ഒരു ലോകവും തുറന്നു വയ്ക്കാത്ത, കുറ്റപ്പെടുത്തലുകളുടെ ഒരു വാക്കുമില്ലാത്ത, ഒരു മടിത്തട്ട്, സർവസ്നേഹത്തിന്റെയും ഒരു മടിത്തട്ട് നിങ്ങൾ അല്പനേരം ഒന്ന് സങ്കല്പിച്ചാൽ അത് വിചാരത്തിന്റെ ലോകമല്ല, ഒരു വികാരത്തിന്റെ ലോകമാണെന്ന് മനസ്സിലാവും. അവിടെ നിങ്ങളുടെ വൈകാരിക തന്തുക്കൾ അത്രയും, ഇമോഷൻസ് ഏതോ അവാച്യമായ അനുഭൂതിയെ പുൽകാതിരിക്കില്ല. റൈറ്റ്. ഒരമ്മ കൈത്തലം കൊണ്ട് സമാനിപ്പിച്ച അമ്മയാണെങ്കിൽ അവൾ ഒരിക്കലും നിങ്ങളുടെ പരാജയത്തെക്കുറിച്ച് നിങ്ങൾ പറയാനൊരുങ്ങിയാൽ പോലും അവൾ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. കാരണം അവർക്ക് നിങ്ങളുടെ ലാഭനഷ്ടങ്ങളൊന്നും സങ്കല്പത്തിലില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളിലെ പ്രായമായവരുടെ കുട്ടിക്കാലം ഓർത്താൽ മതി. ഏത് കുഴപ്പം പിടിച്ച കേസുകെട്ടുമായി എത്തിയാലും ഒരു 10 മിനിറ്റ് ആ മടിത്തട്ടിൽ കിടക്കുമ്പോഴേക്ക് പ്രശ്നങ്ങളൊക്കെ തീർന്ന പോലെ ഒന്ന് തോന്നും. ശരിയല്ല, ഓർമ്മയില്ല. പ്രായമായവർക്കും ഓർമ്മയില്ല ഇങ്ങനെ കിടന്നിട്ടുള്ളത്.
ഇല്ല, ഉണ്ട്. നിങ്ങൾ പഠിക്കാനോ ബുദ്ധി വികസിക്കാനോ ഒക്കെ വേണ്ടിയുള്ള പുസ്തകമൊക്കെ തുറന്നു വെച്ച് വിളക്കൊക്കെ കത്തിച്ച് പഠിക്കുകയാണെങ്കിൽ ആ അമ്മ ഒന്ന് പതുക്കെ ഊതിക്കെടുത്തും മതി, കിടന്നുറങ്ങും. ഇന്ന് ഇവരൊക്കെ ആണെങ്കിൽ ഒരു പണി ചെയ്യും. 2 പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് 2 കാലും എടുത്ത് വെള്ളത്തിൽ ഇറക്കി വെച്ച് 500-ന്റെ ബൾബൊരെണ്ണം ഇട്ടുകൊടുത്ത് പഠിക്കടായിരുന്നു, ഉറങ്ങുന്നു, എന്നിട്ടൊരു വടിയായിട്ട് മുമ്പിൽ നിൽക്കും. ശരിയല്ല. അമ്മയിൽ നിന്നും അമ്മിയിലേക്കുള്ള പരിണാമമായി, ശിവത്തിൽ നിന്ന് ശവത്തിലേക്കുള്ള പരിണാമം. ശരിയല്ല. 12-ക്കൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ പരിണാമമാണ് വികാരത്തിൽ നിന്ന് ബുദ്ധിയിലേക്കുള്ള പരിണാമം. ഭക്തി ഒരു വൈകാരിക സായുജ്യത്തിന്റെ ലോകമാണ്. അത് മോക്ഷകാരണങ്ങളിൽ സർവശ്രേഷ്ഠമാണ്. അത് ആനന്ദമാണ്. ബുദ്ധിയെ അവിടെ കൊണ്ടുവന്നാണ് ചേർക്കേണ്ടത്. അനാഹതത്തിൽ കൊണ്ടുവന്ന് ചേർക്കണം. ബുദ്ധിയെ മോണിലേക്ക് കൊണ്ടുപോയാൽ അത് ആഹതമായി തീരും. ഈ സംഭാവ്യമായ വൈദിക മന്ത്രാങ്കിത സംസ്കൃതിയുടെ സ്വരവിന്യാസ ചിന്തനം ഗുരുദേവൻ ഈ അവസാനത്തെ ശ്ലോകത്തിലാണ് സമന്വയിച്ചിരിക്കുന്നത്. ഓം നമഃ ശിവായ പഞ്ചാക്ഷരമാണ്, മന്ത്രങ്ങളിൽ സർവശ്രേഷ്ഠമാണ്. അതതിന്റെ അംഗന്യാസ കരന്യാസാദികളോടുകൂടി ഉപാസിച്ചാൽ മോക്ഷപ്രദവുമാണ്. അവിടെയാ കൊണ്ടത് സമന്വയിപ്പിക്കുന്നത്. സമന്വയിപ്പിക്കുന്നതോ സമുജ്വലമായൊരു ബിംബത്തോടുകൂടിയാണ്. അതീവ സമുജ്വലമായ നോക്കാം. അഗ്നിശൈലമേ, അല്ലയോ ജ്യോതിർലിംഗമേ. 12 ജ്യോതിർലിംഗങ്ങളാണ് ക്ഷേത്രങ്ങളായി ഇന്ത്യയിലുള്ളത്. ഇതിലൊരെണ്ണം ഇപ്പം ഏതാണ്ട് മുങ്ങിന്ന് തോന്നുന്നു, നർമ്മദ വന്നതോടുകൂടി. ഭക്തന്മാരെയൊന്നും അത് വിഷമിപ്പിച്ചില്ല. കാരണം എല്ലാവരും ചേർന്നുണ്ടാക്കിയതാണല്ലോ. ഭാരതം ഒരിക്കലും ചെയ്യാത്ത വെള്ളക്കച്ചവടത്തിൽ അല്ലേ? അന്നവും വെള്ളവും വിൽക്കരുതെന്ന് പഠിപ്പിച്ചൊരു സംസ്കാരത്തിനകത്ത് വെള്ളം യൂറോപ്പിന് വിൽക്കാൻ അങ്ങനല്ലേ? അറിയില്ല, ഒരാൾക്കും അറിയില്ല. മെയിനായിട്ടുള്ളത് വെള്ളക്കച്ചവടം. പച്ചവെള്ളം വരെ കുപ്പിയിലാക്കി വിറ്റ് ജീവിക്കേണ്ടി വരുന്നൊരു തലമുറയിലെ പണ്ട് കാരണവന്മാർ പറഞ്ഞപ്പോൾ ഇത് നടപ്പാവുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഇടാ നോക്കിക്കൂ, നീയൊക്കെ ഈ വെള്ളം വാങ്ങിച്ചു കുടിക്കേണ്ട ഒരു ദിവസം വരുമെന്ന്. വെള്ളം കുപ്പിയിലാക്കി റെഡിയാക്കിയിട്ട് മനോരമ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, കേരളത്തിലെ മുഴുവൻ കുളത്തിലും മുഴുവൻ കിണറ്റിലും മുഴുവൻ സ്രോതസ്സിലും കോളിഫാം ബാക്ടീരിയയാണ്. അത് എല്ലാ അളവുകളെയും ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കോളിഫാം ബാക്ടീരിയ കൂടാതെ വെള്ളം കുടിക്കാൻ ഞങ്ങളിതാ കുപ്പിയിൽ തരാൻ പോകും. അരങ്ങ് തകർക്കാവുന്നതാണ് ഒരു വെള്ളക്കച്ചവടം. അട്ടശൂല ജനപദാഹ എന്ന് നാരദൻ കണ്ടതുവരെ പറയുന്ന പ്രാചീനന്റെ സംസ്കൃതിയിൽ അന്നവും വെള്ളവും ഒരിക്കലും വിൽക്കരുതെന്ന് പഠിപ്പിച്ചൊരു സംസ്കൃതിയിൽ അതിനുവേണ്ടി തയ്യാറായപ്പോഴേക്ക് ഒരു ജ്യോതിർലിംഗവും വെള്ളത്തിലായിക്കൊണ്ടിരിക്കുന്നു. സന്ദർഭം വന്നപ്പോൾ ഒരല്പം വാൽകഷ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ, നമ്മുടെ വിഷയമല്ല. ഇത് ജ്യോതിർലിംഗമേ,
അഗ്നിശൈലമേ. അഗ്നിശൈലം, അഗ്നിപർവ്വതം, ജ്യോതിർലിംഗത്തെയാണ് വിളിക്കുന്നത്. ഈ ജ്യോതിർലിംഗത്തിനൊരു പ്രത്യേകതയുണ്ട്. അല്ലയോ ജ്യോതിർലിംഗമേ, അടിച്ചു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്നു. നിന്നെ അളക്കുന്നതിന് വേണ്ടി, നിന്റെ ആരംഭം അറിയുന്നതിന് വേണ്ടി ഒരു പന്നി നിന്നെ അന്വേഷിച്ച് താഴേക്ക് പോയി, വെള്ളത്തിനടിയിലേക്ക് കൂളിയിട്ട് പോയി. ഒരു വരാഹം, ഒരു പന്നി നിന്റെ ആരംഭം അറിയാൻ താഴേക്ക് പാഞ്ഞു. ഭൂമി കുഴിച്ച് കുഴിച്ച് തേറ്റുണ്ടല്ലോ, കൊണ്ട് ഭൂമിയെ കുഴിച്ച് കുഴിച്ച് പന്നി കുഴിക്കുന്നതാ, കുഴിച്ച് കുഴിച്ച് നിന്നെ അന്വേഷിച്ച് താഴേക്ക് പോയി. നിന്റെ അന്തമളക്കുന്നതിന് വേണ്ടി, നിന്റെ അവസാനം എവിടെയായിരിക്കുമെന്നറിയാൻ ഒരന്നവും പറന്നു. ഒരു ഹംസം പറന്നു. താഴേക്ക് കുഴിച്ചു കുഴിച്ചു പോയ പന്നിയും മുകളിലേക്ക് പോയ അന്നവും നിന്നെ ഇന്നും അടുത്ത് കാണാൻ കഴിഞ്ഞില്ല. അടുത്തു കണ്ടതില്ല നിന്നെ. ഇവർ രണ്ടുപേരും പോയിട്ടും നിന്റെ ആരംഭമോ നിന്റെ അവസാനമോ കണ്ടതില്ല. ഇന്നോളം അതാരും കണ്ടിട്ടില്ല. നീ ഉടൻ ഇന്ദ്രിയങ്ങളോട്, ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളോടൊപ്പം എന്നെ എടുത്തു വിഴുങ്ങി, ജീവാത്മാവായ എന്നെ നിന്റെ സ്വരൂപത്തോട് അലിയിച്ചു ചേർത്ത് നടിച്ചിടും നൃത്തം വയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നായക, നാഥ, ശിവായ നമ. മംഗളസ്വരൂപനായ അവിടുത്തേക്ക് നമസ്കാരം. നമോ നമ. നമസ്കാരം. ഇതൊരു സൂചിത കഥയും അതിനകത്തുണ്ട്. അടിക്കു പന്നി പോയി. ജീവാത്മാവിലെ ആത്മചൈതന്യത്തെ അറിയാൻ താഴേക്ക് അപാനനും മുകളിലേക്ക് പ്രാണനും സഞ്ചരിച്ചു. പ്രാണാപാനങ്ങൾ ഒരിക്കലും സംയോജിക്കാതെ, തിരിച്ചറിയാതെ പ്രാണൻ വേർപെട്ട് ജനിമരണങ്ങൾ വീണ്ടും ഉണ്ടായി. ജനിമരണങ്ങളുടെ ഇതിഹാസം അറിയാൻ പ്രാണാപാന സമായുക്തത യജ്ഞമായി വേണം. അതൊരു തലം, അത് വ്യഷ്ടി തലം. പ്രാണനെ അപാനനിലും അപാനനെ പ്രാണനിലും ഹോമിച്ചിട്ട് അപാനെ ജുഹ്വതി പ്രാണം പ്രാണാപാനം തഥാപരെ പ്രാണാപാനഗതിർമുക്ത്വ പ്രാണായാമ പരായണ. പ്രച്ഛർദന വിധാരണങ്ങൾ അറിയുന്നവർ, അവരങ്ങനെയാണ് ഇതിന്റെ അളവളക്കുന്നത്. ജീവനെ അളക്കാനായി ആളുകളൊക്കെ ഓടുന്നത്. ജീവനെ അളന്നാൽ, പിണ്ടാട്ടത്തെ അളന്നാൽ ബ്രഹ്മാണ്ടത്തെ അളക്കാം. അതും പരാജയപ്പെട്ടാ നിൽക്കുന്ന. അതിനേക്കാൾ കൂടിയതാണ് ഈ സൂചിത കഥ. ജ്യോതിർലിംഗത്തിന്റെ ആരംഭമളക്കാൻ വിഷ്ണു വരാഹരൂപിയായി പോയി. കഥ കേട്ടിട്ടുണ്ടാവും. ബ്രഹ്മാവ് അന്നമായി പറന്നുയർന്നു. രണ്ടുപേരും കണ്ടില്ല. കണ്ടതില്ല നിന്നെ. അടുത്തു കണ്ടതില്ല നിന്നെ. ഇവർ രണ്ടുപേരും പോയിട്ടും നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അല്ലയോ അഗ്നിശൈലമേ, നീ
എന്നെ ഇന്ദ്രിയങ്ങളോടുകൂടി ഉടനെ എടുത്തു വിഴുങ്ങി നിന്നോട് ചേർത്ത് നടമാടുമെങ്കിൽ, ഏ നായക, നമഃശിവായ മംഗളസ്വരൂപനായ അങ്ങയ്ക്ക് നമോവാകം. വീണ്ടും വീണ്ടും ഞാൻ നമിക്കുന്നു. ഇതാണ് അവസാനം ഭഗവാനിൽ ലയിക്കുന്ന ശരണാഗതിയുടെ സർവോത്കർഷരൂപേണയുള്ള ഇതിവൃത്തം. ഏ നായകനായിരിക്കുന്നവനെ, എനിക്ക് പ്രഭുവായിരിക്കുന്നവനെ, അല്ലയോ ജ്യോതിർലിംഗമേ, നിന്റെ ആരംഭം അളക്കുന്നതിന് പന്നി വരാഹരൂപം ധരിച്ച് വിഷ്ണു പോയി. അളക്കാൻ കഴിഞ്ഞില്ല. നിന്റെ വലിപ്പമളക്കാൻ അന്നം ഹംസം പറന്നു, അളന്നില്ല. താഴെ ഗൃഹസ്ഥന്മാർ നിന്നെ അളക്കുന്നതിന് ഭൂമി കുഴിച്ചു. ഓരോ വിത്തിന്റെയും മൂലമളക്കാൻ പോയി. നിന്റെ വലിപ്പമളക്കാൻ പരമഹംസന്മാർ ശ്രമിച്ചു. ഇങ്ങനെയും രണ്ട് റസമുണ്ട്. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രമം തുടരുന്നുണ്ട്. നീ അളവറ്റവനായി നിലകൊള്ളുന്നു. ഹേ പ്രഭു നായക, നിന്നെ അളക്കാൻ ഹംസമെന്ന പ്രയോഗം ഗംഭീരമാണ്. നീരക്ഷീര വിവേകിതു ഹംസോ ഹംസ ബഹോബക എന്നാണ്. വെള്ളവും പാലും കൂടെ ചേർത്ത് അരയന്നത്തിന് കൊടുത്താൽ വെള്ളം തുപ്പിക്കളഞ്ഞ് പാല് കുടിക്കുമെന്നാണ് ഐതിഹ്യം. അനിത്യമായതിനെ തള്ളി നിത്യമായതിനെ മാത്രം കാണുന്നവനാണ് പരമഹംസൻ. സന്യാസിമാരൊക്കെ അവര് നിന്നെ അളക്കാൻ മുകളിലേക്കാ പോയെ. ഉത്തരായണ മാർഗത്തിൽ, സുഖമാർഗത്തിൽ, വിഹംഗമ മാർഗത്തിൽ മുകളിലേക്കാ പറഞ്ഞേ. ഈ കണായ ഗൃഹസ്ഥന്മാരെല്ലാം പിപീലികാമാർഗത്തിൽ താഴേക്കാ പോയെ. പിപീലികാമാർഗം എന്ന് പറഞ്ഞാൽ ഉറുമ്പരച്ച് അരിച്ചാൽ കല്ലും തെയ്യുമെന്ന മട്ടിൽ പതുക്കെ പതുക്കെയാ പോയെ. ഇവരൊക്കെ പോയിട്ടും നിന്റെ ആഴമളക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് ചെയ്യാം, നീ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അളക്കാൻ ശ്രമിക്കുന്ന എന്നെ ഇന്ദ്രിയങ്ങളോടൊപ്പം, ഇനി ഒന്നും കാണാതിരിക്കാൻ ഈ ഇന്ദ്രിയങ്ങളോടൊപ്പം എടുത്തങ്ങ് വിഴുങ്ങുക, നിന്നെ ലയിപ്പിക്കുക. ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ. ഈ ചഷകം ഭുജിച്ച് ഭുജിച്ചെനിക്ക് മതിയായിരിക്കുന്നു. ഇത് കേഴുന്ന പണിയാണ്. എന്നെ അവിടുന്ന് അങ്ങയിൽ ലയിപ്പിക്കണമേ നാഥ. പരമേശ്വര, മംഗളസ്വരൂപനായിരിക്കുന്നവനെ, അങ്ങയ്ക്കായിക്കൊണ്ട് എന്റെ നമസ്കാരം, വീണ്ടും വീണ്ടും നമസ്കാരം. ഇതാണ് ഗുരുദേവന്റെ സദാശിവ ദർശനം. അതിൽ പഞ്ചാക്ഷരത്തിൽ സദാശിവനെ കാണിച്ചു തന്ന് നിലകൊള്ളുന്ന ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഗുരുക്കന്മാർ സമാധിയാകുന്നത് ആ പരമേശ്വരനിൽ ലയിക്കുകയാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കാം പുണ്യശ്ലോകനായ പാരമ്പര്യ പ്രതിഷ്ഠ നേടിയിട്ടുള്ള ആ ആചാര്യവര്യൻ ലയിച്ചിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ പാവനങ്ങളായ സ്മരണങ്ങൾ സദാശിവ ദർശനത്തിലേക്ക് നമ്മെ എത്തിക്കട്ടെ. ബാക്കി കാലുഷ്യങ്ങളിലൊന്നും നമ്മെ എത്തിക്കാതിരിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പുണ്യശ്ലോകന്മാരെ കുറിച്ച് കേൾക്കാനും പറയാനും
പഠിക്കാനും അവസരമുള്ളത് കൊണ്ട് ഏറ്റവും നല്ല കാലം ഈ കാലമായിരിക്കണം, കലികാലം. കാരണം ഭഗവത് ഉപാസന ഭംഗിയായി നിർവഹിക്കാവുന്ന അത്രയേറെ വിഷയലോകങ്ങൾ ഉള്ളതുകൊണ്ട് ദേവന്മാർ തപസ്സികളെ ഒന്നും ഉപദ്രവിക്കാത്ത കാലമാണ് കലികാലം. മറ്റു യുഗങ്ങളിൽ തപസ് ചെയ്താൽ വിഷയേന്ദ്രിയ വ്യാപാരങ്ങൾ കുറവായതുകൊണ്ട് ഉപദ്രവം കൂടും. ഇന്ന് ഉപദ്രവമൊന്നുമില്ല. ഭർത്താവ് നല്ല ഉപാസകനാണെങ്കിൽ ഭാര്യയ്ക്ക് സന്തോഷമായി. ഈ വയ്യാവലിയെ കൊണ്ട് ഇനി ശല്യമില്ലല്ലോ, അവിടെ ഇരുന്നോട്ടെ. മക്കളെ അച്ഛൻ പൂജയില, ഭവനത്തില, ഉപാസനയില, ഒന്നും പറയാൻ പോകില്ല, അതങ്ങനെ തന്നെ അങ്ങ് പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നൊരു വാശി വരുന്ന കാലമാണ്. അവിടെ ഇത് നല്ല കാലമാണ്. ഭാര്യ ഉപാസനയിലുമൊക്കെ ആണെങ്കിൽ ഭർത്താവ് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. എൻ്റെ ഏട്ടാ പറഞ്ഞിട്ടെന്താ കാര്യം, രാവിലെ എഴുന്നേറ്റ് കുളിയും ദേവാലയവും പൂജയും അവനുമായിട്ട് കുത്തിക്കുക. ഏതോ ഒരു സ്വാമിയാരെയോ ഏതോ ഒരു ഭക്തയോ ഏതോ ഒരു ചിന്തനയോ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കാര്യമൊക്കെ വെള്ളത്തിലെ ഞാനിനി വല്ല വെള്ളവും കിട്ടണമെങ്കിൽ വേറെ ഒരു കൊണ്ട നിർത്തണം. പിന്നെ ഒരു വേലക്കാരി ഉള്ളതുകൊണ്ട് സമയത്ത് ചായയും കാപ്പിയും ഒക്കെ കിട്ടുന്നത്. അപ്പൊ പിന്നെ ശല്യവും നമുക്ക് തീർന്നു, അവർക്കും ഭജിക്കാം. ഇങ്ങനെ ഇത് നല്ല കാലം. ഇനി ആരെങ്കിലും എവിടെ ഇരുന്നെങ്കിലും നാമം ചോദിച്ചാൽ അത് പോക്ക് കേസാണ് എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നുന്നത് കൊണ്ട് ഇത് വളരെ നല്ല കാലമാണ്. ഇത്രയും നല്ല വഴിക്ക് നീങ്ങാൻ പറ്റിയൊരു കാലം കലികാലം പോലെയില്ല. അതീവ ശോഭനമായി ഈ കാലത്ത് ജനിക്കാനും പുണ്യശ്ലോകന്മാരായി ആചാര്യന്മാരെ സ്മരിക്കാനും അവരുടെ പാദകമലങ്ങളെ സ്പർശിക്കുവാനും അവർ നയിച്ച മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുവാനും അവർ കാണിച്ചു തന്ന ആ സദാശിവ ദർശനം സുസാധ്യമാക്കുവാനും കഴിയുന്ന ഈ കാലത്തിന് ആ കാലപുരുഷന് ഒരുപോലെ നമിച്ചുകൊണ്ട് ഇവിടെ വരുവാൻ യതീന്ദ്രനായ സമ്പ്രസാദാചാര്യനായ സാമ്പ്രദായിക ഗുരുവായ സ്വാമി ചിന്മയാനന്ദന്റെ സങ്കല്പങ്ങൾ കൊണ്ട് സുശോഭനമായ അന്തരീക്ഷത്തിൽ പ്രാതസ്മരണീയനായ ഒരു ആചാര്യനെ, ഗുരുനാരായണനെ സ്മരിക്കുവാനും ആ പാരമ്പര്യത്തിന്റെ കണ്ണി ഇഴചേർന്ന് നീങ്ങുവാനും ഇടയാക്കുന്ന സാമഞ്ജസ്യത്തിൽ ആനന്ദം കൊണ്ടുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരിയോ. എൻ്റെ വാക്കുകൾ, എൻ്റെ വൈഖരികൾ, ഞാൻ ഉപയോഗിച്ച ശൈലി ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചു വരുമ്പോൾ പോരാ എന്ന് തോന്നുന്ന ഭാഗങ്ങൾ, ആ കൃത്യവിലോപങ്ങളെല്ലാം, വിശ്രദ്ധങ്ങളായ ബിംബങ്ങളെല്ലാം, അവയെല്ലാം എൻ്റെ അറിവില്ലായ്മയുടേത് മാത്രമാണ്. ഞാൻ പറഞ്ഞ നല്ലതെല്ലാം എൻ്റെ പാരമ്പര്യത്തിന്റെ ചമൽക്കാരം മാത്രമാണ്. എത്രത്തോളം എൻ്റെ തപസ്സും എൻ്റെ മേലുള്ള ഗുരുകാരുണ്യവും എൻ്റെ അച്ഛനമ്മമാരുടെ അനുഗ്രഹ വർഷങ്ങളും ഒക്കെയുണ്ടോ അത്രത്തോളം മാത്രമേ നിങ്ങൾ എന്നിലൂടെ കേട്ടിട്ടുണ്ടാവും. പോരായ്മകൾ സമസ്തവും എൻ്റെ പരിമിതിയുടേതാണ്. അതിനുള്ള നിങ്ങളുടെ ഭർസനങ്ങൾ, നിങ്ങളുടെ തീർപ്പുകൾ എല്ലാം എന്നിൽ ഒതുക്കി നിർത്തണമേ എന്നപേക്ഷിച്ച് ഭാരതീയരും അഭാരതീയരുമായ, പാശ്ചാത്യരും പൗരസ്ഥരുമായ, ഭാവാതീതന്മാരായ എൻ്റെ ഗുരുകാരണവന്മാരുടെ ആരുടെ കാൽനഹേന്ദു മരീചികകളെയാണോ ഞാൻ എന്നും പിന്തുടരാൻ ആഗ്രഹിച്ചത്, അവരുടെ നേരെ ഞാൻ നിമിത്തമാ ഭത്സനങ്ങൾ നീട്ടരുതേ എന്നപേക്ഷിച്ചുകൊണ്ട് പോരായ്മകൾ അത്രയും എൻ്റെയും നന്മകൾ അത്രയും അവരുടേതുമാണ്. ആ പുണ്യശ്ലോകന്മാർക്കായി ആ നന്മകൾക്ക് നിങ്ങൾ നമസ്കരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം. ഓം തത്സത്തന്നവേദ പൊരുളനവരതം പ്രജ്വലിക്കുന്ന
ദിവ്യസ്വാന്ത ശ്രീപുണ്ട് പദാശ്രിത സുജനതീക്കാത്മബോധം വളർത്തി ശാന്താത്മാവായി സദാത സ്മൃതിയോട് വിലസും ദൈവമേ സദ്ഗുരു നാരായണ തൃപാദപത്മം തൊഴുന്ന ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സത്യമല്ലാതെയുണ്ട്. പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാമാചാര്യനെ കൈതൊഴുന്ന ഗംഗാ സംഗീതമൗലി ഭണിഗണം കൊണ്ടുള്ള മല്യങ്ങളും തുങ്കശ്രീ ചിതറുന്ന തിങ്കളും അണിഞ്ഞിടുന്ന കാലാന്തകൻ അംഗംവാദിഗിരീന്ദ്രകന്യകതനിക്കായിട്ടു നൽകിയിടുവാൻ ചങ്ങന്നൂരമരുന്ന് ശങ്കരനെനിക്കറ്റം തുണച്ചീടണം. ഹരി ഓം ഹരി.